ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് ബുർജിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 4 എണ്ണം, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 തക്കാളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. സവാള ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇതിലേക്ക് ഇനി അല്പം ഉപ്പിടാം. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇടാം. തക്കാളി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതിൽ വേവിക്കാം. ഇത് വെന്ത് ഇതിലേക്ക് നന്നായി ചേർന്ന് വരുമ്പോഴേക്കും നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിൽ അല്പം ഉപ്പിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി ഇതിലേക്ക് നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിക്കാം. മുട്ട ഒഴിച്ചാൽ ഉടനെ തന്നെ ഇളക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒന്ന് ഇളക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇടാം. ഇപ്പോൾ നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.